ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജലക്ഷ്മീസ് കിച്ചൺ. വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. വെണ്ടയ്ക്കയിൽ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അത് കൂടുതൽ രുചികരമാകും. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് എങ്ങനെ നമുക്ക് റെഡിയാക്കാമെന്ന് നോക്കാം. ഇത് റെഡിയാക്കാൻ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക എടുക്കുന്നതാണ് നല്ലത്. അത് നല്ല ഒന്ന് കഴുകി എടുത്തതിന് ശേഷം അതിലോട്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർക്കേണ്ടത്, 4 എന്നിട്ട് 1/2 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തത്. എന്നിട്ട് ഇതേ രീതിയിലാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. തീരെ കട്ടി കൂടാനും അതുപോലെ നൈസ് ആവാനും പാടില്ല. പച്ചമുളകും കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അത് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണയാണ് ഇതിന് എപ്പോഴും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് നല്ലത്. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയാണ് ചേർത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടില്ല, അല്പം കുറഞ്ഞ അളവിലാണ് ചേർത്തത്. എന്നിട്ട് അത് നല്ല ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കുക്ക് ചെയ്യേണ്ടത്. നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള കിച്ചടി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ കടുകൊക്കെ അതിൽ താളിച്ചതിന് ശേഷം വെണ്ടയ്ക്ക ഇടുന്നത്. ഇത് നേരിട്ട് നമ്മൾ എണ്ണയിൽ ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ അത് നല്ല ഒന്നുകൂടെ സോഫ്റ്റായി. ഇങ്ങനെ അടച്ചു വയ്ക്കുന്നതുകൊണ്ട് വെണ്ടയ്ക്ക് പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറഞ്ഞ അളവിൽ എണ്ണ ചേർത്താൽ മതിയാകും. എന്നാൽ നമ്മളത് കഴിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇതിനു മുന്നേ കുക്കിംഗ് വീഡിയോ കൂടാതെ കുറേ ബ്യൂട്ടി വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ അത് ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ എപ്പോഴും പിഞ്ചായിട്ടുള്ള വെണ്ടയ്ക്ക എടുക്കുന്നതാണ് നല്ലത്. കട്ടി കൂടിയ വെണ്ടയ്ക്ക എടുത്തു കഴിഞ്ഞാൽ അത് വേകാൻ കൂടുതൽ സമയം വേണ്ടി വരും. ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാത്തവർക്ക് സൺഫ്ലവർ ഓയിലും റെഡിയാക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. റൈസ്, മോര്, പിക്കിള് ഇതിനോടൊപ്പം സൈഡായി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.